ഖബറിനകത്തുള്ള ഭീതിയെ കുറിച്ച് ആരും നമുക്ക് തുറന്നു പറഞ്ഞു തരാൻ ആരുമില്ല. വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി, എന്റെ റബ്ബാണ്, പടച്ചവനാണ് സത്യം, മാ റഅയ്തു മൽറൻ ഖത്തുൻ, ഞാൻ ഇത്രക്ക് ഭയാനകമായ ഒരു കാഴ്ച വഹീന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അഫ്ളഉ വൽ ഖബറു അഫ്ളഉ മിൻഹു, ഖബറിനോളം ഭീതിയുള്ള ഭയാനകമായ ഒരു രംഗം ഞാൻ കണ്ടിട്ടില്ല. സുഹൃത്തുക്കളെ, ആ ചൂടിനെ കുറിച്ച് നമ്മൾ നന്നായി ആലോചിക്കണം. രണ്ടാമതൊരു ചൂട് വരാനിരിക്കുന്നു. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ മഹ്ശറിൽ വെച്ചാണ്. എരിപൊരി കൊള്ളുന്ന ശക്തമായ ചൂട്, സൂര്യൻ വളരെ അടുത്ത് കിടക്കുന്ന സമയത്ത്, ആകെ അസ്വസ്ഥമായി മനുഷ്യൻ വിറളി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ, വിയർത്ത് മുങ്ങി കുളിച്ചുകൊണ്ടിരിക്കുമ്പോ തണലാകാൻ അവിടെ അല്ലാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലില്ല. അവിടെ കുളിർമയേകാൻ ഒരു മഴയും ഇനി പെയ്യാനില്ല. അന്ന് കുളിർമയേകാൻ നമ്മൾ ഇതുവരെ പാലിച്ചു വന്ന നമ്മുടെ സൽക്കർമ്മങ്ങൾ, പ്രത്യേകിച്ച് അല്ലാഹു തണലിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ 7 വിഭാഗം ആളുകളെയൊക്കെ പരിചയപ്പെടുത്തിയപ്പോ പറഞ്ഞല്ലോ, വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദി, പള്ളികളുമായി ഹൃദയബന്ധം സ്ഥാപിച്ചാൽ പരലോകത്തെ ചൂടുന്ന് രക്ഷപ്പെടാം. നമ്മൾ ഇതുവരെ എത്ര സജീവമായിരുന്നു പള്ളിയിൽ. ഇന്ന് സുബഹിക്ക് നമ്മൾ എത്ര പേര് പള്ളിയിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞു? ഇനിയുള്ള നാളുകൾ നമ്മൾ പള്ളിയിൽ നിന്ന് അകലുകയാണോ? അരുത് പ്രിയപ്പെട്ടവരെ, നമ്മളെ പഠിപ്പിക്കുകയാണ് നമുക്ക് സാന്ത്വനമേകുന്ന, പ്രതീക്ഷയേകുന്ന വാക്ക്. രഹസ്യമായി സ്വതക്ക ചെയ്തോ, പരലോകത്തെ ചൂടിനത് പരിഹാരമാണ്. തിന്മകൾക്കുള്ള എല്ലാ അവസരങ്ങളും ഒത്തു വന്നാൽ ഇനി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹനെ പേടിക്കുന്നു. റമദാനിൽ നമ്മളെ നിരീക്ഷിച്ച അതേ റബ്ബ് ഇനിയുള്ള 11 മാസം നമ്മുടെ കൂടെയുണ്ട്. ഞാൻ അല്ലാഹനെ പേടിക്കുന്നു എന്ന് എല്ലാ തിന്മകളുടെ മുമ്പിലും പ്രഖ്യാപിക്കാൻ കഴിയുക. അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന മനസ്സുണ്ടോ, പരലോകത്തെ ചൂടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. മൂന്നാമത്തെ ചൂട് നരകത്തിന്റെ ചൂടാണ്. ആളിക്കത്തുന്ന ദുനിയാവിന്റെ തീയിന്റെ ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂടുള്ള, അതിനെ സൂക്ഷിക്കണം. അതൊരു സാധാരണ ചൂടല്ല. വത്തഖുന്നാർ അല്ലതീ വഖൂദുഹന്നാസ് വൽ ഹിജാറ, മനുഷ്യനും കല്ലുകളും കത്തിക്കുന്ന ഭീതി നിറഞ്ഞ അല്ലാഹുവിന്റെ തീയാണത്. അതിനെ സൂക്ഷിക്കണം, അതിന് രക്ഷപ്പെടണം. രക്ഷപ്പെടാൻ അൽ-ഈമാനു ബില്ലാഹ്, അല്ലാഹുവിൽ അടിയുറച്ച ഈമാൻ വേണം. വൽ-ഇസ്തിഖാമ, നന്മകളിലും ഈമാനികമായ കാര്യങ്ങളിലുമൊക്കെ ഉറച്ചു നിന്ന പെരുമാറ്റങ്ങൾ ഉണ്ടാവണം. ഒരിക്കലും തന്നെ നമ്മുടെ നരകത്തിലേക്ക് എത്തുന്ന സാധ്യതയുള്ള ഒരു കാര്യവും നമ്മുടെ കൂടെ ഉണ്ടാകാൻ പാടില്ല. ഹറാമുകളെ സൂക്ഷിക്കണം. എല്ലാ രംഗത്തും വിശുദ്ധി ഉണ്ടാകാൻ ശ്രദ്ധിക്കണം. നരകത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അതിനെല്ലാം നമ്മൾ മുന്നിലേക്ക് വരികയും വേണം. അതോടൊപ്പം നമ്മൾ പ്രഖ്യാപിക്കുന്ന ആ തക്ബീർ ധ്വനിയുടെ ആശയത്തെ ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു വലിയവനാണ്. ഈ നമസ്കാരത്തിൽ എത്ര തവണ നമ്മൾ പറഞ്ഞു, പാങ്കിൽ എത്ര തവണ പറഞ്ഞു, നമ്മൾ ദിവസം എത്രയോ തവണ ആവർത്തിക്കുന്നു. നമ്മൾ അല്ലാഹുവിനേക്കാൾ വലുത് ഒരു വിശ്വാസിക്കൊന്നുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയേക്കാൾ പ്രാധാന്യം മറ്റൊന്നിനില്ല. അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്ന് പ്രഖ്യാപിക്കുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. നമ്മളാകെ ഭയത്തിലാണ്, ഉത്കണ്ഠയിലാണ്. രാജ്യം എന്താകും, ഭരണം എന്താകും, എന്റെ മക്കളെ കാര്യം എന്താകും, എന്റെ വീടിന്റെ അവസ്ഥ എന്താകും, എന്റെ സമ്പത്ത് എന്താകും, ഒരുപാട് ഭയം തോന്നിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലാഹ് പറയുന്നു, നിങ്ങൾക്ക് പേടിയില്ലാതെ നിർഭയത്വം തരാം. അല്ലദീന ആമനു, വിശ്വാസം സ്വീകരിച്ചവർക്കാണ്. വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, വിശ്വാസത്തിൽ ഒരിക്കലും ദുൽമ കലരാത്തവരാകണം, ദുശ്വാസത്തിൽ ശിർക്ക് കലരാത്തവരാകണം, കറകളഞ്ഞ ഈമാനുള്ളവരാകണം. ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാണ് സന്മാർഗം, അവരാണ് നേർമാർഗത്തിലൂടെയുള്ള, അവർക്കാണ് നിർഭയത്വം അല്ലാഹു കൊടുക്കുന്നത്. നമ്മുടെ വിശ്വാസ രംഗത്ത് ശിർക്ക് വരാതെ, അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ, മഖാമുകളിൽ, ദർഗകളിൽ നമ്മൾ എത്തിപ്പെടാതെ, ചരടുകളിലും മേലസുകളിലും അഭയം പ്രാപിക്കാതെ, മഹാന്മാരോ അതുപോലെ തന്നെ മൺമറഞ്ഞവരോ പ്രവാചകന്മാരോ ആരുമാവട്ടെ അവരോടൊന്നും പ്രാർത്ഥിക്കാതെ അല്ലാഹുവിലേക്ക് മാത്രം അഭയം പ്രാപിക്കുന്നവരായി നമ്മൾ മാറി മുഖ്ലിസീങ്ങളായി മാറിയാൽ നമുക്ക് നിർഭയത്വം തരാമെന്ന് അള്ളയാണ് പറഞ്ഞിരിക്കുന്നത്. സഹോദരങ്ങളെ, ഫലസ്തീനികൾ എന്താണ് ഇപ്പോൾ ആലോചിക്കുന്നത്? അവർക്ക് വേണ്ടത് പണമല്ല, അവർക്കൊരു നിർഭയത്വമാണ്. ഒരു രാത്രി കിടന്നുറങ്ങാൻ, മക്കളെ കെട്ടിപ്പിടിച്ചൊന്ന് ചുംബിക്കാൻ, പ്രിയപ്പെട്ട സഹധർമ്മിണിയായ തന്റെ ഭാര്യയോടൊപ്പം ഒരു ദിവസം കിടന്നുറങ്ങാൻ, തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കാര്യമായി അവർ കൊണ്ടു നടക്കുന്നത് പേടിയില്ലാത്തൊരു ജീവിതമാണ്.
എന്താണ് ഫലസ്തീനികൾക്ക് സംഭവിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ? 33,200-ലധികം ആളുകൾ കഴിഞ്ഞ ഈ കാലഘട്ടത്തിന്റെ ഇടയ്ക്ക് അവിടെ വെച്ച് മരണപ്പെട്ടു. അല്ല, ഇവരെ കൊന്നുകളഞ്ഞു. 75,933-ലധികം പേർ പരിക്ക് പറ്റിയിട്ട് വല്ലാത്ത ദുരന്തത്തിലാണ്. 10,000-ത്തിലപ്പുറത്തേക്ക് കണക്കുകൾ സൂചിപ്പിക്കുന്നു. പിഞ്ചോമന മക്കളെ, പിറന്നു വീണ മക്കളെ, ചോര കുഞ്ഞുങ്ങളെ അവർ കൊന്നൊടുക്കിയിരിക്കുന്നു. വീട് എന്ന് പറയാൻ ഒരു വീട് അവർക്കില്ല. ഭക്ഷണം എന്ന് കഴിക്കാൻ പറ്റാവുന്ന ഒരു ഭക്ഷണം അവർക്കില്ല. അവർക്ക് വേണ്ട വാഹനങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമില്ല. ചികിത്സിക്കാൻ ആശുപത്രികളില്ല, പൊളിച്ചു കളഞ്ഞു. വിദ്യാലയങ്ങളിൽ അവർക്കൊന്നുമില്ല, എല്ലാം തകർത്ത് കളഞ്ഞവരാണ്. മൈലാഞ്ചിയിട്ട കൈകൾ അവർക്ക് ചുവപ്പുള്ളൊരു കൈകളിൽ നിന്ന് കാണാനില്ല. സുർമയിട്ട കണ്ണുകളെ നമുക്ക് കാണാനില്ല. മന്തി വിളമ്പുന്ന ഭക്ഷണ തളികകൾ അവിടെയില്ല. പുതിയ തരം ജ്യൂസിന്റെ പരീക്ഷണങ്ങൾ അവിടെയില്ല. ഈ ഫലസ്തീനികളെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതാ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ അനാവശ്യങ്ങളായ ധൂർത്തുകളും അമിതമായ ആഹ്ലാദ ഭ്രമങ്ങളും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ടല്ലാതെ നമുക്ക് അവരോട് നീതി പാലിക്കാൻ കഴിയില്ല എന്ന് ഒരിക്കലും നമ്മൾ വിസ്മരിച്ചു പോകരുത്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ, വീട്ടിൽ, മക്കളിൽ, ഭാര്യയിൽ, ഇണയിൽ, ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം വേണം, നിർഭയത്വം വേണം എന്ന് ആശിക്കുന്നവരാണ്. മക്കളെ, ഒരുപാട് പ്രിയപ്പെട്ട മക്കൾ ഈ സമൂഹത്തിൽ ഉണ്ടല്ലോ. നമുക്ക് അവരോടും പറയാനുണ്ട്, നിങ്ങൾക്ക് നിർഭയത്വം വേണോ? സമാധാനത്തോടെ ഇനി ജീവിക്കാൻ കഴിയണോ? ഹറാമുകളെ നിസ്സാരമായി കാണരുത്. സ്കൂളുകളിലും വിദ്യാലയങ്ങളിലും മുറ്റത്തും കളിസ്ഥലങ്ങളിലും പാർക്കുകളിലും ടൂർ പോകുന്നിടത്തും ഒരു ഹറാമിന്റെ വിഷയം വന്നാൽ അത് നിസ്സാരമായി നിനക്ക് തോന്നരുത്. നിന്റെ എല്ലാ സമാധാനവും അതോടെ തകരും. ലഹരി നിനക്കൊരിക്കലും കയ്യിൽ വരാൻ പാടില്ല. സ്വതന്ത്ര ലൈംഗികത നിന്റെ ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ല. എല്ലാം ആഘോഷിക്കണമെന്ന ഒരു ത്വരയുണ്ടാക്കുന്നുണ്ട് നാട്ടിൽ. നീ അതിന്റെ വക്താവാകാതെ ശ്രമിക്കണം. ദമ്പതിമാരെ, വിവാഹിതരെ, നമ്മുടെ ദാമ്പത്യ ജീവിതം മനോഹരമായാലല്ലാതെ നിർഭയത്വം ലഭിക്കൂല. കുടുംബ ജീവിതത്തിൽ നിർഭയത്വം വേണോ? സ്നേഹം പങ്കുവെക്കാൻ നമുക്ക് കഴിയണം രണ്ടുപേർക്കും. ദാമ്പത്യം മനോഹരമാകണോ? തുറന്ന സംസാരത്തിന് രണ്ടുപേരും സന്നദ്ധരാവണം. പരസ്പരമുള്ള ബഹുമാനം സൂക്ഷിക്കാൻ കഴിയണം. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ക്ഷമിക്കാൻ കഴിയണം. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച കാണിക്കാൻ ചെയ്യണം. അതിന് സാധ്യമാകേണ്ടതുണ്ട്. ഖുർആനാ പറയുന്നത്. അവർ മാപ്പ് കൊടുക്കട്ടെ, അവർ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നവരാകട്ടെ. മാതാപിതാക്കളെ പരിഗണിക്കാത്ത, ബഹുമാനിക്കാത്ത അവരുടെ ജീവിതത്തിന്റെ അടിത്തറകളെ മാനിക്കാതെ പോയാൽ ഒരു കുടുംബത്തിനും നിർഭയത്വം ലഭിക്കൂല. അവർ നമുക്ക് താങ്ങും തണലുമായവരാണ്, നമ്മുടെ സംരക്ഷകന്മാരാണ്. നമ്മുടെ ജീവിതത്തെ ഈ ക്രമത്തിലേക്ക് ആക്കാൻ സ്വപ്നം കണ്ടവരാണ് നമ്മുടെ ഉമ്മയും ഉപ്പയും. ഒരു വാക്ക് കൊണ്ടൊരു നോക്ക് കൊണ്ടൊരിക്കലും ഈ ഇരിക്കുന്ന നമുക്കൊരാൾക്കും അവരെ വേദനിപ്പിക്കാൻ ഒരിക്കലും തോന്നരുത്. മറിച്ച് വബിൽ വാലിദൈനി ഇഹ്സാനാ വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം, കുടുംബങ്ങൾക്ക് പുണ്യം ചെയ്യണം, യതീമുകൾക്ക് പുണ്യം ചെയ്യണം, അയൽവാസിക്ക് പുണ്യം ചെയ്യണം. ഖുർആനിന്റെ കൽപ്പനയാണ്. അതൊന്നും വിസ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ തക്ബീർ പൂർത്തിയാക്കാൻ കഴിയൂല. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആ വാക്കുകൾ അത്ര മഹത്തരമാണ്. ഈ പെരുന്നാൾ സുദിനത്തിൽ നമ്മൾ ഓരോരുത്തരും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തക്ബീറിന്റെ ഉൾക്കാമ്പുകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. പെരുന്നാൾ ആഘോഷം എന്ന് പറയുമ്പോൾ പുരുഷന്മാർക്ക് മാത്രമല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശാലമായി സൗകര്യമുണ്ടായിരുന്ന ആ പള്ളി വിട്ട് മദീനയിലെ മൈതാനങ്ങളിലേക്ക് മാറാനുള്ള കാരണം എന്തായിരുന്നു? എല്ലാവരും പങ്കെടുക്കണം. അവിടുത്തെ സ്ത്രീകളോട് പറഞ്ഞു, വസ്ത്രമില്ലെങ്കിൽ കടം മേടിക്കണം. അർത്ഥവകാരികളാണെങ്കിൽ അവർ പ്രാർത്ഥനയിൽ പങ്കെടുക്കട്ടെ, ആ സന്തോഷങ്ങൾ അവർ അനുഭവിക്കട്ടെ, നമസ്കാരത്തിൽ നിന്ന് അവർ മാറി നിൽക്കട്ടെ. എല്ലാവരോടും, സ്ത്രീകളോടും കുട്ടികളോടടക്കം ഈദ്ഗാഹിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞത് ഇത് ഒന്നിച്ചുള്ള മുസ്ലിമീങ്ങളുടെ ആഘോഷമാണ്. ഈ പ്രാർത്ഥനയിലും സന്തോഷത്തിലും എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയണം. സഹോദരിമാരോട്, ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പഠിപ്പിച്ച വസിയത്താണ്. സഹോദരിമാരെ, വേഷവിധാനങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ മാന്യ മര്യാദകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. സുഗന്ധങ്ങൾ പൂശിക്കൊണ്ട് നാടുകളിലൂടെ നടന്നു നീങ്ങുന്നതിനെ വലിയ ഗൗരവത്തോടെ കാണുക. ഭർത്താവിനോടുള്ള നമ്മുടെ കടമകളും ബാധ്യതകളും വിസ്മരിക്കാതിരിക്കുക. ഹുവ ജന്നതുകി വനാറുകി, അദ്ദേഹം നിന്റെ സ്വർഗമാണ്, അദ്ദേഹം നിന്റെ നരകമാണ്. വലാ തജിദു ഇംറഅതൻ ഹലാവതൽ ഈമാനി, ഒരു പെണ്ണിന്റെ ഈമാനിന്റെ മധുരം ആസ്വദിക്കാൻ കഴിയൂല.
ഹത്താ തുഅദ്ദി ഹഖ്ഖ സൗജിഹാ, ഭർത്താവിനോടുള്ള കടമ പാലിക്കാതെ ഒരു പെണ്ണിന് ഖുർആനിന്റെ നിസ്കാരത്തിന്റെ നോമ്പിന്റെ സുഖം ആസ്വദിക്കാൻ കഴിയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കുട്ടികൾക്ക് പെരുന്നാളുണ്ട്, അവർ സന്തോഷിക്കട്ടെ, അവർക്ക് മധുരം കൊടുക്കൂ, അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കൂ. സ്നേഹവും പരിഗണനയും ശ്രദ്ധയും അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾ ക്രിമിനലുകളായി, കുറ്റവാളികളായി മാറാതിരിക്കാൻ രക്ഷിതാക്കളെ, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, ഓരോരുത്തരോടും സ്വന്തം കീഴിലുള്ള ആളുകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന് മനസ്സിലാക്കുക. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ. ഈ ദൈവികമായ വാചകങ്ങളുടെ അതിന്റെ ആ സ്മരണകൾ നമ്മുടെ ജീവിതത്തിലുടനീളം ഫലിക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൽ, ഈ ഒരു സന്ദർഭത്തിൽ, തെരഞ്ഞെടുപ്പിൻ്റെതായ ചൂടുകളിലേക്ക് നമ്മൾ നീങ്ങുമ്പോഴും വിശുദ്ധമായ റമദാൻ കഴിഞ്ഞാലും സുന്നത്തുകൾ തീർത്തു പോകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു, മൻ സാമ റമദാന, ആരെങ്കിലും റമദാൻ നോമ്പ് നോറ്റാൽ, സുമ്മ അത്ബഅഹു സിത്തം മിൻ ശവ്വാൽ, എന്നിട്ട് ശവ്വാൽ മാസത്തിൽ ഒരു 6 നോമ്പും കൂടെ തുടർന്നാൽ, കാന കസിയാമി ദഹരി, വർഷം മുഴുവൻ നോമ്പ് നോറ്റവന്റെ കൂലിയ, കൊല്ലം മുഴുവൻ നോമ്പ് നോറ്റവന്റെ കൂലി ലഭിക്കുന്ന സുന്നത്ത് നോമ്പ് നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. ആദ്യമായി നമ്മൾ അതിന്റെ നിർബന്ധ ബാധ്യതകൾ വേഗത്തിൽ വീട്ടാൻ ശ്രമിക്കുക. ശവ്വാലിനുള്ളിൽ തീരുന്നതിന്റെ ഉള്ളിൽ സാധ്യമാകുന്നവരൊക്കെ ആ നോമ്പിന്റെ ആ പുണ്യം വാരിക്കൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക. സഹോദരങ്ങളെ, ഏപ്രിൽ 26-ാം തീയതി വെള്ളിയാഴ്ച ഇന്ത്യയുടെ ചരിത്രത്തെ തിരുത്തി എഴുതാൻ പറ്റുന്ന ഒരു വോട്ട് ദിനത്തിലേക്ക് ഒരു വെള്ളിയാഴ്ച ദിവസമാണ് വരുന്നത്. ഈദ്ഗാഹിൽ ഒരുമിച്ച് കൂടി ഓരോരുത്തരും ചിന്തിക്കുക. 18 വയസ്സ് പൂർത്തിയായ നമ്മുടെ വീട്ടിലുള്ള മുഴുവൻ മെമ്പർമാർക്കും വോട്ട് ഇല്ലേ എന്ന് ഉറപ്പുവരുത്തി അത് ചെയ്യാൻ ആവശ്യമായവർ അത് വേണ്ടുന്ന കരുതലുകൾ നമ്മൾ ശ്രദ്ധിക്കണം. മതേതര വോട്ടുകൾ ഭിന്നിക്കുന്ന അവസ്ഥകൾ നമ്മുടെ നാടുകളിൽ ഒരിക്കലും സംഭവിച്ചുകൂടാ. ഇത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. വർഗീയതക്കെതിരെയാണ് ഇത്തവണത്തെ നമ്മുടെ വോട്ട് എന്ന് ഒരിക്കലും മറക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അതിന്റെ ആശയം ഒന്ന് മനസ്സിലാക്കണം. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ, അല്ലാഹുവേ, ഞങ്ങളോട് കരുണ കാണിക്കാത്തവർക്ക് ഞങ്ങളുടെ മേൽ അധികാരം കൊടുക്കരുത് റബ്ബേ. ഈ മനസ്സിന്റെ ഈ പ്രാർത്ഥനകൾ നമുക്കുണ്ടാവണം. ഖുർആനിൽ പറഞ്ഞു, റബ്ബനാ ലാ തജഅൽനാ ഫിത്നതൻ ലില്ലദീന കഫറു, കാഫിരീങ്ങൾക്ക് റബ്ബേ ഞങ്ങളെ ഒരു പരീക്ഷണ വസ്തുക്കളാക്കി മാറ്റരുത്. വഗ്ഫിർ ലനാ റബ്ബനാ, റബ്ബേ ഞങ്ങൾക്ക് പുറത്തു തരണേ. സഹോദരങ്ങളെ, നമ്മുടെ നാട് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ ഏറ്റവും നല്ല ആ സമ്പന്നത, ഐശ്വര്യത നഷ്ടപ്പെടാൻ ചിലപ്പോൾ കാരണമാകും നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ. ഒന്ന് ഓർത്തു നോക്കൂ. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ ഖുബ്റസ് എന്ന് പറയുന്ന ഒരു പ്രദേശം ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കയ്യിലായിരുന്നു. എല്ലാ സാമ്രാജ്യങ്ങളും അവരുടെ കയ്യിലായിരുന്നു. സമ്പത്തുണ്ടായിരുന്നു, ആയുധമുണ്ടായിരുന്നു, സംഘബലമുണ്ടായിരുന്നു. യുദ്ധത്തിന് വന്നു. നിസ്സാരമായി തോന്നാവുന്ന മുസ്ലിം സേനയോട് പരാജയപ്പെട്ട് അവർ നാശങ്ങൾ വിതച്ചു. യുദ്ധം കഴിഞ്ഞു. സ്വഹാബിമാരിൽ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളുണ്ട്. അവർ കരഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങി. യുദ്ധം ജയിച്ചിട്ട് കരയുന്നത് കണ്ടപ്പോ, എന്താണ് അബൂ ദർദാ ഇങ്ങനെ കരയാൻ മാത്രം? അവിടുന്ന് പറഞ്ഞു, ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന ഇവർ എന്തുകൊണ്ടാണ് യുദ്ധത്തിൽ പരാജയപ്പെട്ടത്? ഞാൻ അതാണ് ആലോചിക്കുന്നത്. തറക്കൂ അംറല്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പന അവർ ധിക്കരിച്ചു. അങ്ങനെ ആര് ചെയ്താലും ഇതായിരിക്കും അനുഭവിക്കുക. ഇന്നഹു മുഖാലഫത്തു അംരില്ലാ, അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിച്ചാൽ, വ മുഖാലഫത്തു ശരീഅത്തില്ലാ, അല്ലാഹുവിന്റെ മതനിയമങ്ങൾ ലംഘിച്ചാൽ, വ ഇന്നഹദ്ദുനൂബ വൽ മആസി, പാപങ്ങളും തിന്മകളുമായി കഴിഞ്ഞു പോയാൽ ഏത് വലിയ കൊട്ടാരങ്ങളും തകരുമെന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമിക നിർദ്ദേശങ്ങളെ പാലിക്കുക. സഹോദരങ്ങളെ, ഹജ്ജിന് പേര് കൊടുത്തവരൊക്കെ ഹജ്ജ് ക്യാമ്പ് മറക്കാതിരിക്കുക. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. മെയ് 4-ാം തീയതി ശനിയാഴ്ച കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ ഹാജിമാർക്ക് പഠിക്കാൻ വേണ്ടിയുള്ള പഠനാവസരം ഒരുക്കിയിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത് എല്ലാവരും അതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇന്ന് പെരുന്നാളിന്റെ ദിവസമാണ്. ധാരാളമായി സ്വതക്കകൾ ചെയ്യുക. ഈദ്ഗാഹിന്റേതായ എല്ലാ ചിലവുകളും നമ്മൾ തന്നെ ഇന്ന് കൈകാര്യം ചെയ്യുന്ന രൂപത്തിൽ ധാരാളമായി സ്വതക്ക ചെയ്യുക. വിശ്വാസികളുടെ അടയാളമായി സൂറത്ത് മുഅ്മിനൂനിൽ പറയുന്നുണ്ട്, ഖശിയത്തി റബ്ബിഹിം, അവർ പടച്ചവനെ പേടിക്കുന്നവരാണ്. ലാ യുശ്രികൂൻ, അവർ ശിർക്ക് ചെയ്യാത്തവരാണ്. വല്ലദീന യുതൂന മാ ആതൂ, അവർക്ക് ലഭിച്ചതിൽ നിന്നൊക്കെ അവർ നന്നായി സ്വതക്ക ചെയ്യുന്നവരാണ്. വഖുലൂബുഹും വജിലത്തുൻ, അവരുടെ ഹൃദയങ്ങളൊക്കെ വിറച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ,
എല്ലാം വിട്ട് ഞങ്ങൾ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണെന്ന ബോധത്തോടെ നാളത്തെ ലോകത്തിന് വേണ്ടി ഇന്ന് സ്വതക്ക ചെയ്യുന്നവരാണ് അവർ എന്ന് കൃത്യമായി പഠിപ്പിച്ച സഹോദരിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വതക്കക്ക് വേണ്ടി പ്രത്യേകമായി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ പാവപ്പെട്ട മനുഷ്യന്മാരെ കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കേണ്ടതാണ്. വിധവകളായവർ, മിസ്കീനുമാർ, യതീമുമാർ, ഭിന്നശേഷിക്കാർ അവരെ എല്ലാം പരിഗണിക്കുന്നവരാകണം. അയൽവാസിയോട് സ്നേഹം പങ്കിടുന്നവരായി നമുക്ക് മാറാൻ കഴിയണം. അതോടൊപ്പം തന്നെ അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു മടങ്ങുന്ന അവസ്ഥകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ പലരും ഇക്കഴിഞ്ഞ ദിവസങ്ങൾക്കിടയിൽ മരണപ്പെട്ടു പോയി. സുഹൃത്തുക്കളെ, നമുക്കറിയാവുന്നതാണ് നമ്മുടെ സഹോദരൻ ആദം സാഹിബിന്റെ സഹോദരി ജമീല എന്നവർ ഈ തൊട്ടടുത്ത ദിവസമാണ് മരണപ്പെട്ടത്. സഫയിലെ ഒരു ഹാഫിദായ അവിടുത്തെ ഇമാം മുനീർ ഉസ്താദ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. അല്ലാഹുവേ, നീ അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ റഹ്മാനെ. ഈ അടുത്ത കാലങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരും ആരുടെ മണ്ണിലേക്ക് ബർസഖിലേക്ക് പോയിട്ടുണ്ട് റബ്ബേ. നീ അവർക്കെല്ലാം പുറത്ത് മാപ്പ് നൽകണേ റഹ്മാനെ. ഈ സന്ദർഭത്തിൽ ഈദിൻ്റെതായ എല്ലാ മര്യാദകളും എല്ലാ പരിശുദ്ധിയും പാലിച്ചുകൊണ്ട് കുടുംബങ്ങളെ ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. സൗഹൃദങ്ങളെ പുതുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാ പിണക്കങ്ങളും ഇന്നത്തോടുകൂടെ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിബന്ധനകളുമില്ലാതെ ഞാൻ നിന്നോട് മിണ്ടിയിരിക്കുന്നു, പിണക്കം മാറ്റിയിരിക്കുന്നു, സലാം പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ തീർക്കാൻ നമുക്കിന്ന് സാധ്യമാകണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരുപാട് രോഗികൾ ഈ സദസ്സിൽ തന്നെയുണ്ട്. ക്യാൻസർ ബാധിച്ച ആളുകളുണ്ട്, മറ്റു ചികിത്സകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അള്ളാഹുവേ, സമ്പൂർണമായ ശിഫ നിനക്ക് സാധ്യമാണ് റബ്ബേ. നീ അവരെ സഹായിക്കണേ. രോഗികൾക്കെല്ലാം നീ സമ്പൂർണമായ ശിഫ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളൊക്കെ മരിക്കുമ്പോൾ ഈമാനോടുകൂടെ മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ റഹ്മാനെ. ഉപകാരപ്രദമായ മഴ നൽകിക്കൊണ്ട് ഈ ചൂടിന് ശമനം നൽകണമേ. അല്ലാഹുമ്മ അഗ്സ്ന, അല്ലാഹുമ്മ അഗ്സ്ന, അല്ലാഹുമ്മ അഗ്സ്ന. ഫലസ്തീനിലെ പിടഞ്ഞു വീണ് മരിക്കുന്ന പ്രിയങ്കരായ ഞങ്ങളുടെ സഹോദരങ്ങളെ അല്ലാഹുവേ, നീ സംരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫീ ഫലസ്തീൻ വഫീ കുല്ലി മകാൻ. അല്ലാഹുവേ, ഞങ്ങളോട് ഒരിക്കലും കരുണ കാണിക്കാത്തവരോട് നീ റബ്ബേ, നീ അവരെ ഞങ്ങളുടെ ഭരണാധികാരികളാക്കില്ലേ. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ബറകാത്തുകളും നൽകണമേ. കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണേ. ദാമ്പത്യ ജീവിതം മനോഹരമാക്കി തരണമേ. അല്ലാഹു ഞങ്ങളുടെ മക്കളിലൂടെ കൺകുളിർമ നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ സിയാമനാ വഖിയാമനാ വതിലാവത്തിൽ ഖുർആനിനാ വസദഖാതിനാ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിമൗതാനാ വاشف مرضانا واقض عنا ديوننا. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ربنا لا تخزنا يوم القيامة. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.